ഹലോ ഗൈസ്, ASR ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന കണ്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെറുതായിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഏതൊക്കെയാണെന്നൊക്കെ, ഏത് വെറൈറ്റി ഒക്കെ ഉണ്ട്, ഏത് കളേഴ്സ് ഉണ്ട്, പൂക്കൾ അങ്ങനെയൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളൊരു ഗാർഡൻ ടൂർ തന്നെ. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് ഞാൻ ഈ വീഡിയോ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 3K ലൈക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്കുണ്ടാവും ചെടി ഇങ്ങനെ കുഴിച്ചിടരുത്, അങ്ങനെ കാട്ടണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം നമുക്ക് പറ്റുന്നതിലാണ് നമ്മൾ ചെയ്യണ വീഡിയോസൊക്കെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, ഞങ്ങൾ പറ്റുമെങ്കിൽ ഞങ്ങൾ അതും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കാണുന്നത് റോസാണ്. പക്ഷെ പൂവൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഇത് ചെയ്തിരിക്കണത് ഒരു ആർക്ക് ഷേപ്പിലാണ്. ഇങ്ങനെ ഒരു ആർക്ക് ഷേപ്പിൽ കമ്പി വെച്ചങ്ങാണ്ട് അയിമ ചുറ്റിക്കാണ്. നമ്മളെ വേപ്പിൻ്റെ ഇലയുണ്ട്. നമ്മളെ വീടിൻ്റെ നേരെ ഈ സൈഡിലായിട്ടാണ് ബാക്കി ചെടികളൊക്കെ വരുന്നത്. ഇതേതാ ചെടി മനസ്സിലായോ? ഞങ്ങളവിടെ ഇംഗ്ലീഷ് ചെടി എന്ന് പറയാം. നിങ്ങളവിടെ ഇതിന് എന്താണ് പറയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മെയ് ഫ്ലവർ ഉണ്ട്, പൂവിട്ടിട്ടില്ല. ഇവിടെ ഒരു മാങ്ങ, ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ട്. ഈ സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. അതേ സെയിം ഇവിടെ ഒന്നും കൂടെ ഉണ്ട്. പിന്നെ ഇത് നമ്മളവിടെ കടുക്കുണ്ട്. കടുക്ക് ഞങ്ങൾ കുഴിച്ചിട്ടത് ഇവിടെ കേട്ടോ. കടുക്ക് ഇവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കടുക്ക് ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ തന്നെത്താനിങ്ങനെ പൊട്ടിപ്പോരും. കുറച്ചിങ്ങനെ പൊട്ടിച്ച് കൊടുക്കും. തന്നെത്താൻ ഇതിങ്ങനെ പൊട്ടിപ്പോരും. അപ്പോൾ അതിങ്ങനെ കാറ്റിൽ പാറിയിട്ടാണ് ഇതും അതുപോലെ ഈ കടുക്കൊക്കെ ഉണ്ടാക്കണത്. ഇത് നമ്മൾ ഒരു ഭാഗത്ത് നട്ടു കൊടുത്തതാണ്, പക്ഷെ ആ സൈഡിൽ കൂടെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ 10 മണി മുല്ല. ഇപ്പം നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഉച്ചയാവാനായിക്കണ്. ഈ ചെടീൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യട്ടോ. ഇതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇതിൻ്റെ ഇലൻ്റെ കളർ നോക്കി ഇതിങ്ങനെ ആവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ എത്തും. ഇതിങ്ങനെ ഓരോ മാസം കൂടുമ്പോൾ പല പല കളേഴ്സ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ മൈലാഞ്ചിൻ്റെ ഒരു ചെടിയുണ്ട്. ഇതാണ് നമ്മളെ മൈലാഞ്ചിൻ്റെ ചെടി. പിന്നെ ഇവിടെ നമ്മൾ യെല്ലോ കളറല്ലേ അതിലുള്ളത്? യെല്ലോ ഉണ്ട്, ഒരു പിങ്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. 10 മണി മുല്ല. ഈ കാണുന്നത് 10 മണി മുല്ലയാണ്. പിന്നെ ഈ ചെടി എന്താണ്? അത് എന്തോ മാലച്ചെടിയോ അങ്ങനെ എന്തോ അതിന് പറയാ. ഇതിൻ്റെ ഇലൻ്റെ കളർ വേറെതാ ഇവിടേക്ക് പടർന്നു. ഇതിൻ്റെ ഇലൻ്റെ കളർ ചിലപ്പോൾ ഇങ്ങനെ ആവും, ഭയങ്കര ഗ്രീൻ കളറായിട്ട്. ചെറിയൊരു കുരു അങ്ങനെ ഉണങ്ങി കടന്നിടത്ത് കുഴിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ചെടികൾ ഇവിടെ ഒരു ഭാഗത്ത് കുറേ ഉണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലേ? ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഉണങ്ങിപ്പോയി. ഇതിനി തേത്ത് വരുമോ കാരം. ഇതിൻ്റെ പേരെന്താ ഞാൻ മറന്നു. ഇത് വേറൊരു ചെടിയാണ്. പിന്നെ ഇത് ടർട്ടൽ വൈന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതാണ് 10 മണി മുല്ല. ഇത് 10 മണി മുല്ല. ഇത് വേറെ വെറൈറ്റി ആണ്. ഇത് വേറെ വെറൈറ്റി. പിന്നെ ഇങ്ങനെ ഒരു പടരുന്ന ചെടി. ഇതേതേനും ഇതിൻ്റെ പേര് അറിയാം. ഇതിൻ്റെ പേര് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ചു, കുറേ ആൾക്കാർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് വേറെ ഇതും
ഇതും ഒരേ വെറൈറ്റി അത് രണ്ടും വേറെ വേറെ അല്ലേ. പിന്നെ ഇപ്പുറത്തെ ഉണ്ട് പോപ്പി അല്ലേ ഇത്. ഇവിടെ പോപ്പിണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറെ ഏതൊരു വെറൈറ്റി ചെടിയുണ്ട്. അവിടെ മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. അവിടെ ഇത് മണി പ്ലാന്റ് ആണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കൂടി ഒക്കെ ഫുള്ള് 10 മണിമുല്ല. ഈ കാണുന്നല്ലേ, ഈ കാണുന്നത് ഫുള്ള് ഏതാ കളർ? യെല്ലോ കളറ്. കുറച്ച് വലിയ പൂവായിരിക്കും കേട്ടോ അതിൻ്റെ. ഇവിടെ റെഡ് കളർ ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഇത് നമുക്കറിയാലോ കടലാസും ചെടി എന്നൊക്കെ പറയും. ബൊഗേനില്ല. അത് നമ്മളെങ്ങനെ ചെയ്ത് അതേമാതിരി ഇത് ഇവിടെ ഒരു ചെടി. ഇവിടെ നമ്മളൊരു കോല് വെച്ചിട്ട് അതിന്മേൽ ഇങ്ങനെ കുറച്ച് വളരുമ്പോൾ ഇവിടെ എന്താ ഓല കൊണ്ടാട്ടോ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഓലേൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ അവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് കയറുകൊണ്ട് കെട്ടിക്കൊടുത്തു തുടക്കത്തിൽ. വേറൊരു ബൊഗേൻവില്ല നന്നായിട്ട് ഉണങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുത്തതാക്കി ഇങ്ങനെ ചെറുതായിട്ട്. പിന്നെ ഇതാ എടുത്ത് വന്നു. ഇതും മണി പ്ലാന്റ്. ഇതിൻ്റെ പേരെന്താ അറിയിച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ വേറൊരു ചെടിയുണ്ട്. ഇത് ഞാൻ കുറേ സ്ഥലത്ത് കണ്ടുക്കണു. വലിയതായത് ഇങ്ങനെ വളരും. പിന്നെ ഇതാ ഇതൊരു തരം എന്താണ് പൂവാണ്. പേര് എന്തോ പറഞ്ഞില്ല പക്ഷേ ഇത് വേറെ ഒരിതാണ്. കോഴിവാലി എന്ന് പറയും. പിന്നെ ഇതാണ് നമ്മളെ പയർ. ഇതാണ് നമ്മളെ പയർ ചെറുതായിട്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു ഓർക്കിഡ്. പിന്നെ ഈ ഒരു ഈനാമ്പഴമരത്തിൻ്റെ അടിയിൽ തണലിൽ ഒരു ഓർക്കിഡും കൂടി വളർത്തിയിട്ടുണ്ട് നമ്മൾ. ചകിരി വെച്ചങ്ങാണ്ട് പൊതിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതാ ഒരു വളരെ ഇവിടെ ഒരു മാങ്ങയുണ്ട്. പിന്നെ ആ ഒരു സൈഡിലായിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരു നാരങ്ങൻ്റെ ചെറിയൊരു ഇത് കുഴിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സൈഡിൽ ഇതില്ലേ നാരങ്ങൻ്റെ ചെറിയ തൈ കുഴിച്ചിട്ടീനും വളർന്നിട്ടുണ്ട്. ഇവിടെ കറുകത്തുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മൾ പുളിയാണുള്ളത്, പുളിമരം. പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു? ചിക്കു. ഇവിടെ ഒരറ്റത്ത് ചിക്കും കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് ഒരു ഇതിൻ്റെ ഇത് കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ആ സൈഡിലാണ്. ആ സൈഡിൽ നമ്മൾ തിരുമ്പിടൊക്കെ സ്ഥലത്ത് നമ്മൾ ഒരു ചെടി കുഴിച്ചിട്ടിട്ടുള്ളൂ. പിന്നെ അവിടെ ടർട്ടിൽ വെയിനും കുഴിച്ചിട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. ക്യാരറ്റും ഉണ്ട് കേട്ടോ. ഇതൊരു ചെടിയാണ് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ക്യാരറ്റിൻ്റെ ഇതൊക്കെ ഇതിവിടെ വളരുന്നുണ്ട്. ക്യാരറ്റിൻ്റെ ഞാൻ വളരില്ല എന്നൊക്കെ കരുതി. ഇത് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് പോന്നപ്പം ക്യാരറ്റിൻ്റെ മുകളിൽ ആ ചെടീൻ്റെ ഇതുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് കുഴിച്ചിട്ടതാണ്. വളരെ വലിയൊന്നും അറിയില്ല, ചെറുതായിട്ടൊന്ന് വളർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ പേര് സീതാപ്പഴം അല്ലേ? സീതാപ്പഴം. ഇത് അവിടെ ഉണ്ട്. സീതാപ്പഴത്തുമ്മ പൂവ് ഇട്ടിക്കണല്ലേ. അവിടെ കുറച്ച് വാഴയുണ്ട്. പിന്നെ അവിടെ മാങ്ങമരം കാണിച്ചു തരാം. നിങ്ങളുടെ താഴത്തേത്തോട് കേട്ടോ. നിങ്ങളെല്ലാവരും പറയാം ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. ഇത് നമ്മൾ താഴത്തേത്തോട് എന്നാണ് പറയുക. ഇവിടെ നമ്മൾ കുറേ കൃഷിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. മീൻസ് എങ്ങനെ പയർ, തക്കാളി അങ്ങനത്തെ കൃഷിയാണ്. പൊതുവേ മാങ്ങക്കാലാണല്ലോ, കുറേ മാങ്ങുണ്ട്. ഒരു കുറേ നിലങ്കപ്പ അല്ലേ അതിൻ്റെ പേര്? മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് ഈ പോണത്. അത് കുഴിച്ചിട്ടിട്ടുണ്ട്. നമ്മളവിടെ അമ്മ കുഴിച്ചിട്ടതാണ്. താഴത്തോടുള്ള ആ ഭാഗത്ത് ചെറുതായിട്ട് കൊമ്പൊക്കെ കുത്തി കൊടുത്തു. ഇവിടൊക്കെ ഇതാണ് തായ്ലാൻഡ് ജാക്ക് ഫ്രൂട്ട് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു വേറൊരു മാംഗോ ഉണ്ട്. പിന്നെ ഇത് എന്തെന്ന് നെല്ലിക്ക. ഇത് നെല്ലിക്കൻ്റെ മരമാണ് കേട്ടോ. ചെറുതായിട്ട് ചെറിയൊരു മരമാണ്. പിന്നെ ഇതാണ് നമ്മളെ അടക്കാപ്പഴ മരം. ഇതിൽ ഞങ്ങൾ കയറലുണ്ട്, മോള് ചെന്നിട്ട് പറിക്കലുണ്ട്. കയറാൻ ഭയങ്കര സുഖം കേട്ടോ. കാരണം ഇതൊക്കെ ചെറിയൊരു ഹൈറ്റിലായതുകൊണ്ട് നമ്മളിവിടെ പിടിച്ചിങ്ങനെ കയറും. എന്നിട്ട് തോട്ടൊന്നും ആവശ്യമില്ല, നമ്മൾ അങ്ങനെ പോയി എടുത്തുകൊണ്ടിരുന്നുണ്ട്. അതുപോലെ അവിടെ ഒരു അടക്കാപ്പഴ മരമുണ്ട്. വ്യൂ ആണ് കിട്ടുന്നത്.
കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതാണ് നമ്മളെ ഗാർഡൻ ടൂർ എന്ന് പറഞ്ഞത്. അതും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ചെടികളുടെ പേരൊക്കെ, അതറിയുന്നവരത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ക്യാരറ്റ് ഞങ്ങൾ അങ്ങനെയാണോ കുഴിച്ചിടേണ്ടതെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. അതറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് വിടുക കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ട്രൈ പറഞ്ഞ് കുഴിച്ചിട്ട് നോക്കിയതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സക്സസ് ആവുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. ഇതെല്ലാം നമുക്ക് നോക്കി നോക്കാം. ബൈ ബൈ.